ഒരു സെഷനിൽ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള PSC അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ഫോർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിലെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നടന്ന PSC എക്സാമിൽ സിലബസ് 3 എണ്ണമായിരുന്നു. അതായത് നമ്മൾ ഇതിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ 2 സ്ട്രീം നമ്മൾ പഠിക്കണം, പ്ലസ് മാത്തമാറ്റിക്സും പഠിക്കണം. നമുക്കറിയാവുന്ന പോലെ സിവിൽ എഞ്ചിനീയറിംഗ് സിലബസ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് സിലബസ് നമ്മൾ കവർ ചെയ്യണം, അതേപോലെ തന്നെ മാത്തമാറ്റിക്സും കൂടി സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് ഈ പറഞ്ഞ PCB AEക്ക് വേണ്ടിയിട്ട്. PCB എന്താണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ജൂൺ 28-ാം തീയതിയാണ് കാണുന്നത്. ജൂൺ 28-ാം തീയതിയായിരുന്നു എക്സാം. എക്സാമിനെ കുറിച്ച് പൊതുവേ നമ്മൾ നേരത്തെയുള്ള സെഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് കെമിക്കൽ എഞ്ചിനീയറിംഗ് സെഷൻ്റെ ഡിസ്കഷനാണ് നടക്കുന്നത്, സൊല്യൂഷൻ പ്രോഗ്രാമാണ് നടക്കുന്നത്. മാത്സിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാം ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. അതേപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഡിസ്കഷൻ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ 25 മാർക്കിന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഒരു 25 മാർക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവേ ഒരു എക്സാമിൻ്റെ ഈ പർട്ടിക്കുലർ എക്സാമിൻ്റെ PCB AE എക്സാമിൻ്റെ നിലവാരം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു എക്സാം. വളരെ സിമ്പിളാണ്. മാത്തമാറ്റിക്സ് ആയാലും ശരി, സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയാലും ശരി, ഈവൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയാലും ശരി, എല്ലാം വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്ലാസ് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള പല നോട്ടുകൾ തന്നെയാണ് നമുക്ക് എന്ത് വന്നത് എക്സാമിന് വന്നത്. പഴയ AE എക്സാംസ്, അതായത് 2017 മുതലുള്ള AE എക്സാംസ് നമ്മൾ നോക്കുമ്പോൾ AE എക്സാമിനെല്ലാം സ്വഭാവം മാറി, അതിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മാറി. ഗേറ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ എഞ്ചിനീയറിംഗ് സർവീസിലെ ക്വസ്റ്റ്യൻസും ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അല്ലെ, പ്യുവർലി സിവിൽ എഞ്ചിനീയറിംഗ് എക്സാം AE മാത്രം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കൂടിയ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നു തുടങ്ങിയത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്സും നമ്മുടെ നോട്ട്സും അത്തരത്തിൽ നമ്മൾ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ എക്സാം നമ്മൾ നോക്കിയപ്പോൾ PCB AE എക്സാം നമ്മൾ വന്ന് നോക്കിയപ്പോൾ അത് ഓവർസിയർ ലെവൽ എക്സാം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്, അതായത് മാത്തമാറ്റിക്സിനും സിവിലിനും കെമിക്കലിനും വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരുന്നു? യെസ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കാം ചിലപ്പം, അതായത് ഈ ഇത്തരത്തിലുള്ള സിലബസ് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും എന്ത് ചെയ്യണം? നല്ലപോലെ കെമിക്കൽ പഠിക്കണം. അതേപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും നല്ലപോലെ സിവിൽ അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ളവർക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഈ ഒരു എക്സാമിൽ എനിക്ക് തോന്നുന്നത് 60+ മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും ഈ മാത്തമാറ്റിക്സ് നല്ലപോലെ അറിയാമെങ്കിൽ. പക്ഷേ 60+ മാർക്ക് കൊണ്ട് എന്താണ് നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടില്ല. യെസ്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും, പക്ഷേ അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടി അറിയാമെങ്കിൽ മാത്രമേ, ബേസിക് ആയിട്ടുള്ള കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നല്ല റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇത് പറയാൻ കാരണം ഇനി നമുക്ക് അടുത്ത് വരാനുള്ളത് കേരള വാട്ടർ അതോറിറ്റി എക്സാം ആണ്. കേരള വാട്ടർ അതോറിറ്റി എക്സാമിൽ എന്തൊക്കെയാണുള്ളത്? ദേ ആർ ഹാവിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ഉണ്ട്. ചിലപ്പം മാത്സും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇതുവരെ സിലബസ് പുറത്തു വന്നിട്ടില്ല, പക്ഷേ ഉറപ്പാണ് മെക്കും സിവിലും കെമിക്കലും ഉണ്ട്. സോ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ കമ്പയറിംഗ് ദിസ് എക്സാം വിച്ച് ഹാഡ് ബോത്ത് സിവിൽ ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പോർഷൻസ്, ഇത് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം KWയുടെ എക്സാമും സിമ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് സിവിലാർക്ക് മെക്കും കെമിക്കലും പഠിക്കണം, മെക്കാനിക്കൽക്ക് സിവിലും കെമിക്കലും പഠിക്കണം. അതായത് മൊത്തം ന്യൂട്രൽ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമെങ്കിൽ മാത്രമേ നല്ല റാങ്കിൽ എത്തുള്ളൂ. ഓക്കെ, റാങ്ക് ലിസ്റ്റ് കയറി നല്ല കാര്യം, നല്ല റാങ്കിൽ എത്തണം, നമുക്ക് ജോലി കിട്ടണം, അതിനു വേണ്ടിയാണ്. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മൾ ഈ സെഷനിൽ എക്സ്ക്ലൂസീവ്ലി കെമിക്കൽ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ള 25 മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആണ് എല്ലാത്തിലും വന്നിട്ടുള്ളത്. 1-2 ന്യൂമറിക്കൽ സെഷൻ വന്നിട്ടുണ്ട്, അതും ഡയറക്റ്റ് ന്യൂമറിക്കൽ ആണ്. ഓക്കെ, നമ്മൾ ഒന്ന് ഓടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്ലാസ്സുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, നമ്മൾ ഇത് പല ബാർകോഡിലും പലതാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൊളാരിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അസിറ്റിക് ആസിഡ് കണ്ടെയ്നിങ് 30 weight% ആണ്. ഓക്കെ അല്ലേ? എന്താ ചോദിച്ചത്? മൊളാരിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് ദ അസിറ്റിക് ആസിഡ് containing 30 weight% acid if density of the solution is 1 gram/cc ആണ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് മൊളാരിറ്റി എന്താണെന്ന് അറിയണം അല്ലേ? നമ്മളിത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിലും പഠിക്കുന്നുണ്ട്. മൊളാരിറ്റി ഈക്വൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്ററിനെയാണ് പെർ ലിറ്ററിൽ പറയണം. അതിനാണ് നമ്മൾ മൊളാരിറ്റി അല്ലെ നൊട്ടേഷൻ ക്യാപിറ്റൽ M എന്നാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് നമ്പർ ഓഫ് മോൾസ്? നമ്പർ ഓഫ് മോൾസ് എന്താണ്? ഗിവൺ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? അസിറ്റിക് ആസിഡ് ആണ്. സോ എന്തും കൂടി അറിയണം നമ്മൾ. അസിറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല അറിയണം, വിച്ച് ഈസ് ഈക്വൽ എന്താണ്?
COOH ആണ്. ഇതാണ് അസിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇതാണ് അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. മോളിക്കുലാർ വെയിറ്റ് പറഞ്ഞേ. മോളിക്കുലാർ വെയിറ്റിനാണ് നമ്മൾ MW എന്ന് എഴുതുക. ഓക്കെ, C എത്രയാണ്? 12 ആണ്. പ്ലസ് ഹൈഡ്രജൻ 1 ആണ്, അതിൽ 3 എണ്ണം ഉണ്ട്. സോ 3 പ്ലസ് കാർബൺ അഗെയിൻ ദാറ്റ് ഈസ് 12 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 16 ആണ്. ഓക്കെ, വീണ്ടും ഒരു ഓക്സിജൻ ഉണ്ട് ദാറ്റ് ഈസ് പ്ലസ് 16 പ്ലസ് ഹൈഡ്രജൻ അല്ലേ. സോ 12 പ്ലസ് 3 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 16 പ്ലസ് H ദാറ്റ് ഈസ് 1 ആണ്. യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ ആസ് മോളിക്കുലാർ വെയിറ്റ് ഈസ് ഈക്വൽ ടു 60 ആണ്. ഓക്കെ അല്ലേ? 60 ഗ്രാം ആണ്. യെസ്, മോളിക്കുലാർ വെയിറ്റ് ഈസ് എ സം ഓഫ് ദ അറ്റോമിക് മാസ് ആണ് അല്ലേ. അറ്റോമിക് മാസ് ആണ്, isn't it? Atomic mass is atomic number ആണ് അല്ലേ. ദാറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ ദ ഗ്രാം ആണ്. സം ഓഫ് ദ ആറ്റംസ് ആണ്. ഓക്കെ അല്ലേ? അതാണ് മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗിവൺ വെയിറ്റ് അറിയണം, എന്നാലേ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റൂ, അതിനെ ലിറ്ററിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡെൻസിറ്റി നോക്കിയേ 1 gram per centimeter cube ആണ്. നമുക്കറിയാം 1 centimeter cube ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ml ആണ്. ദാറ്റ് ഈസ് 1 liter ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 ml ആണ്. ഓക്കെ അല്ലേ? സോ ഈ 1 gram centimeter ക്യൂബിനെ നമുക്ക് 1 gram per ലിറ്ററിലാക്കി മാറ്റി എഴുതുമ്പോൾ ദിസ് വിൽ ബിക്കം 1000 gram per ലിറ്റർ ആയി മാറും അല്ലേ. കാരണം സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ml ആണ്. അതിനെ 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് താഴെ മോളും എന്ത് ചെയ്യണം? 1000 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1000 gram per ലിറ്റർ എന്ന് കിട്ടും. തന്നിരിക്കുന്ന വെയിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് അസിറ്റിക് ആസിഡ് ഈക്വൽ എത്രയാണ്? 30 ആണ്. ഓക്കെ, മൊത്തം എത്രയാണ്? 1000 gram ആണ്. സോ 30% വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് ദ വെയിറ്റ് ഓഫ് എത്ര വരും? അസിറ്റിക് ആസിഡ് വിൽ ബി 300 gram per ലിറ്റർ എന്ന് വരും. 300 gram per ലിറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? സോ സിമ്പിൾ ആയില്ലേ കാര്യങ്ങൾ. ഓക്കെ, നൗ ദ നമ്പർ ഓഫ് മോൾസ് വിൽ ബി ഈക്വൽ ടു ഗിവൺ വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗിവൺ വെയിറ്റ് എത്രയാണ്? 300 gram per ലിറ്റർ എന്ന് കിട്ടി. മോളിക്കുലാർ വെയിറ്റ് നമുക്ക് 60 gram എന്ന് കിട്ടി. സോ ദിസ് വിൽ ബിക്കം 5 നമ്പർ ഓഫ് മോൾസ് 5 moles per ലിറ്റർ എന്ന് കിട്ടും. 5 moles per ലിറ്റർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ നോക്കിയേ ഏതൊക്കെയാണ് ആൻസർ ഉള്ളത്. യെസ്, 5, 2, 2.5, 0.5 ഉണ്ട്. ആൻസർ ഈസ് എ. ഡയറക്റ്റ് ആണ്. ഓക്കെ, മൊളാരിറ്റി ഇത് നമ്മൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ പഠിക്കുന്നുണ്ട്. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് കുറച്ചെങ്കിലും പഠിക്കണം. ബേസിക്സ് ആണ്, വളരെ സർഫസ് ആണ് ക്വസ്റ്റൻ വന്നിരിക്കുന്നത്. ഡീപ്പായിട്ട് ഒന്നും വന്നിട്ടില്ല. ഈവൻ ദോ നമ്മൾ നല്ല ഡീപ്പായിട്ട് ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഡീപ്പായിട്ട് ക്വസ്റ്റൻ ഒന്നും കാണുന്നില്ല. നോക്കിയേ, ഇതും അനദർ അല്ലെ ഡ്രയർ നമ്മൾ പഠിച്ചതാണ്. ഡ്രയർ എന്ന് വെച്ചാൽ എന്താണോ? നോക്കിയേ, വെറ്റ് ലെതർ വിത്ത് മോയ്സ്ചർ കണ്ടന്റ് 60% enters a dryer ആണ് and leaves with 10% മോയ്സ്ചർ കണ്ടന്റ്. അതായത് വരുമ്പോൾ എത്ര ഉണ്ട് മോയ്സ്ചർ കണ്ടന്റ്? യെസ്, 60% ഓക്കെ, സോ 60% നോക്കിയേ. ഓക്കെ, ഇൻകമിങ് നോക്കിയേ. ഇൻകമിങ് വേണമെങ്കിൽ ഇങ്ങനെ ഡാറ്റ എഴുതാം. ഇൻകമിങ് നോക്കിയേ, ഇൻകമിങ് ക്വാണ്ടിറ്റി എത്രയാണുള്ളത്? ഇൻകമിങ് ക്വാണ്ടിറ്റിയിൽ മോയ്സ്ചർ കണ്ടന്റ് 60%. ദാറ്റ് ഈസ് സോളിഡ് കണ്ടന്റ് എത്രയായിരിക്കും? സോളിഡ് കണ്ടന്റ് ഓക്കെ നോക്കിയേ, 60% മോയ്സ്ചർ കണ്ടന്റ് ആണ്. സോളിഡ് കണ്ടന്റ് 40% ആയിരിക്കില്ലേ? 40% ആയിരിക്കില്ലേ? ഇതാണ് ഇൻകമിങ് ഡാറ്റ. ഔട്ട് ഗോയിങ് ഡാറ്റ എത്രയാണ്? ഔട്ട് ഗോയിങ് ആണ്, ഡ്രയർ ആണ്. ഓക്കെ, ഡ്രയറിലേക്ക് വരുന്നത്. ഡ്രയർ എന്താണോ? ഡ്രയർ ഇസ് എ തിങ് വിച്ച് ഡ്രൈ ദ സബ്സ്റ്റൻസ് അല്ലെ. സോ നമുക്ക് ഇവിടെ വരയ്ക്കാൻ വേണമെങ്കിൽ ഡ്രയർ, ഇതാണ് ഡ്രയർ എന്ന് പറയുന്ന പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇതിലേക്ക് ഒരു ഇൻഫ്ലോ വരുന്നുണ്ട്. ഇതിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യും? മോയ്സ്ചർ കണ്ടന്റ് കുറഞ്ഞിട്ട് അവിടുന്ന് ഔട്ട്ഫ്ലോ വരും. ഓക്കെ അല്ലേ? സോ ഔട്ട് ഗോയിങ് ഡാറ്റ എന്താ പറയുന്നത്? ഇറ്റ് ലീവ്സ് വിത്ത് 10% മോയ്സ്ചർ കണ്ടന്റ്. അതായത് മോയ്സ്ചർ കണ്ടന്റ് ലീവ് ചെയ്യുന്നത് 10% ആണെങ്കിൽ ഓക്കെ അല്ലേ, ബാക്കി സോളിഡ് കണ്ടന്റ് എത്രയായിരിക്കും? സോളിഡ് കണ്ടന്റ് വിൽ ബി ഈക്വൽ എത്രയായിരിക്കും? 90% ആയിരിക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? യെസ്. ഓക്കെ, ഇഫ് ദ ഔട്ട്പുട്ട് ഫ്രം ദ ഡ്രയർ ഈസ് 100 kilogram per hour ആണ്. പെർ അവറിൽ 100 kilogram എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ് കിട്ടുന്നതെങ്കിൽ വാട്ട് ഇസ് എമൗണ്ട് ഓഫ് ദ വാട്ടർ റിമൂവ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് എമൗണ്ട് ഓഫ് ദ വാട്ടർ റിമൂവ്ഡ് ഇൻ kilogram per hour എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, ഈ പറഞ്ഞ ഡാറ്റ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഡ്രയർ. ഡ്രയറിന് ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത്? 100 kilogram ആണ് പെർ അവറിൽ വരുന്നത്. ആൻഡ് ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ്? ഔട്ട്പുട്ടിന്റെ മോയ്സ്ചർ കണ്ടന്റ് എത്രയാണ്? നമ്മൾ പറഞ്ഞു 10% ആണ്. ദാറ്റ് ഈസ് സോളിഡ് കണ്ടന്റ് വിൽ ബി ഈക്വൽ എത്രയായിരിക്കും? 90% ആയിരിക്കും. ദാറ്റ് ഈസ് സോളിഡ് വെയിറ്റ് എത്രയായിരിക്കും? വിൽ ബി 90 kilogram ആയിരിക്കും. ബിക്കോസ് മൊത്തം 100 kilogram ആണ്, അതിന്റെ 90% സോളിഡ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും വെയിറ്റ്? 90 kilogram ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, ഈ ഡ്രയറിൽ മോയ്സ്ചർ കണ്ടന്റ് മാത്രമേ കുറയുള്ളൂ, സോളിഡ് കണ്ടന്റ് മാറുമോ? മോയ്സ്ചർ കണ്ടന്റ് മാത്രമേ മാറുള്ളൂ, സോളിഡ് കണ്ടന്റ് മാറുമോ? മാറില്ല. ഓക്കെ അല്ലേ? അതായത് ഇവിടെ വരാൻ പോകുന്ന ഈ ഇൻപുട്ടിൽ സോളിഡ് വെയിറ്റ് എത്ര തന്നെ ആയിരിക്കും? സോളിഡ് വെയിറ്റ് വിൽ ബി യെസ്, ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ് എത്രയായിരുന്നു? നോക്കിയേ പറഞ്ഞേ, 60% ആണ്. ദാറ്റ് ഈസ് സോളിഡ് കണ്ടന്റ് ഈസ് ഈക്വൽ എത്രയാണ്? 40% ആണ്. സോ സോളിഡ് അവിടെ 90 kilogram ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവും? 90 kilogram ഡിവൈഡ് ബൈ 40%, ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 225 kilogram ആയിരിക്കും. ഓക്കെ അല്ലേ? 225 kilogram ആയിരിക്കും.
സോ ഇൻപുട്ട് 225 കിലോഗ്രാം ആണ്, ഔട്ട്പുട്ട് 100 കിലോഗ്രാം ആണ്. സോ റിമൂവ് ചെയ്യപ്പെടുന്നത് എത്രയായിരിക്കും? 225 minus 100, that will be equal to 125 kilogram per hour ആയിരിക്കും. ഓക്കെ അല്ലേ? വെരി സിമ്പിൾ ആണ്. ജസ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഈസ് ദാറ്റ് ഓക്കെ? ദിസ് ഈസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, the relative humidity of air can be decreased. The relative humidity of the air can be decreased. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്ലാസ് പറഞ്ഞതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? when the temperature is increased. ഓപ്ഷൻ ബി ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻ ആണ്. അടുത്ത നോക്കിയേ, at low concentration of gas in a liquid, which of the following law is most appropriate? ഇതും വളരെ ഡയറക്റ്റ് ആണ്. ഓൾറെഡി ഡിസ്കസ്ഡ് പോർഷൻ ആണ് അല്ലെ? if the soil concentration, soil അല്ല, if the liquid concentration is low, അല്ലെ, if the solution concentration is less, we can go for Henry's law. Henry's law ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? Henry's law ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഏതാ ടോപ്പിക് വരുന്നത്? തെർമോഡൈനാമിക്സ് പോർഷൻ ആണിത്. ഓക്കെ, ദിസ് എ പോർഷൻ ഫ്രം ദ തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ വലിയ സിലബസ് ആണ് കണ്ടതിട്ടുള്ളത് അല്ലെ? കെമിസ്ട്രിയിൽ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ സിലബസ് നോക്കുമ്പോൾ വളരെ കൂടുതലുള്ളത്. അതിൽ ഏറ്റവും സിമ്പിളസ്റ്റ് സർഫസ് പോയിന്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഈസ് ലോ, ഡയറക്ട്ലി നമ്മൾ എഴുതിയ പോയിന്റ് ആണ്. ഹെൻറീസ് ലോ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ആണ്. ഈസ് ആർ ഓക്കെ? യെസ്. ഇത് നോക്കിയേ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ വിത്ത് മീൻ സ്പെസിഫിക് കപ്പാസിറ്റി. അതായത് സി തന്നിട്ടുണ്ട്. എത്രയാണ് യൂണിറ്റ്? 3.5 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഫ്രം 300 to 400. നമുക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഫോർമുല ആണ്. Q is equal to heat required is equal to m into C into delta T ആണ്. m എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ആണ് 1 കിലോഗ്രാം. C എന്ന് വെച്ചാൽ എത്രയാണ്? 3.5 യൂണിറ്റും കൂടി ഏതാണ്? കിലോ ജൂൾ ഡിവൈഡ് ബൈ കിലോഗ്രാം കെൽവിൻ ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ടാണോ? 400 നിന്ന് 300ലേക്ക്. സോ 400 മൈനസ് 300. ഓക്കെ, സിമ്പിൾ അല്ലേ? സോ 1 into 3.5 into 100 എന്ന് വരും 350 എന്നാണ് ആൻസർ വരിക. ഓക്കെ, 350 കിലോ ജൂൾ എന്ന് വരും. ശ്രദ്ധിക്കണം, ജൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഈസ് ഡി. ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും സീന്റെ യൂണിറ്റ് കണ്ടാൽ മനസ്സിലാവും. സി എന്താണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് അല്ലെ? കിലോ ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. അതായത് ഹീറ്റ് പെർ കിലോഗ്രാം പെർ കെൽവിന്റെ കാര്യമാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെ? പെർ കിലോഗ്രാം പെർ കെൽവിനിലെ കിലോ ജൂൾ ഹീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഡയറക്റ്റ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഈസ് ഡി. ക്ലിയർ അല്ലേ? ഈസ് ആർ ഓക്കെ? യെസ്. Let's move to the next question. Boiling point of a heterogeneous mixture. ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കാരണം ഹെറ്ററോജീനിയസ് മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ആൻസർ ക്യാൻ ബി സി ഓർ ഡി ആവാം. ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓൾ ദ കമ്പോണൻസ്. ഇറ്റ് ക്യാൻ ബി മോർ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓൾ ദ കമ്പോണൻസ് ആണ്. ഓക്കെ അല്ലേ? സോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. ഡാറ്റ സഫീഷ്യന്റ് അല്ല. മോർ ക്ലാരിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ആക്ച്വലി. ബട്ട് ആസ് പെർ ദ പി എസ് സിക്ക് അവർ പറയുന്നത് സി എന്നാണ്. ഓക്കെ അല്ലേ? സോ ചിലപ്പം കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്. ബട്ട് നമുക്ക് ഈ ക്വസ്റ്റിൽ ശരിക്കും എക്സാം ഹോളിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ലെ, ഫസ്റ്റ് ടൈം നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ, കുറച്ചുകൂടി ഡാറ്റ ആക്ച്വലി തരണം. ബട്ട് ആൻസർ കീ വന്നത് പോയിന്റ് സി ആണ്. ഓക്കെ, സോ നമുക്ക് സി എന്ന് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. ഇതേപോലെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിംഗ് ഉണ്ട്. കുറച്ചുകൂടി ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കറിയാം ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ഹെറ്ററോജീനിയസ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൊല്യൂഷൻ ഓൾസോ. ഓക്കെ, which depends on the solution ആണ്. So it can be less than or more than ആകാം of the all the components of the solution. Yes, let's move to the next question. Direct question ആണ്. The temperature at which equilibrium vapor pressure of a liquid equals existing partial pressure of the vapor in a mixture is a mixture. Yes, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? is dew point ആണ്. അല്ലേ? ഓപ്ഷൻ എ ആണ്. ഇത് ഡയറക്ട്ലി എഴുതുന്ന പോയിന്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് നമ്മൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വളരെ സിമ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. നോക്കിയേ, കമ്പോണൻസ് എ ആൻഡ് ബി റിയാക്ട് ടു ഫോം സി ആണ്. സോ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി കിട്ടുകയാണ്. ആസ് പെർ ദ റിയാക്ഷൻ എ പ്ലസ് ബി ഗിവ്സ് സി ആണ്. ഹീറ്റ് ഓഫ് കമ്പഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, ഇത് അണ്ടർലൈൻ ചെയ്യുക. ഹീറ്റ് ഓഫ് കമ്പഷൻ ഉണ്ട്, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഉണ്ട്. ഫോർ എ ബി സി ആർ റെസ്പെക്റ്റീവ്ലി 300, 330, 200 and 500 കിലോ കാലറി ആണ്. സിൻസ് ഇവിടെ കമ്പഷൻ ആണ് നടക്കുന്നത്, ദ സ്റ്റാൻഡേർഡ് ഹീറ്റ് SH എന്ന് എഴുതുകയാണ് അല്ലെ? നമുക്കറിയാം ഫോർ കമ്പഷൻ എന്താണ് സ്റ്റാൻഡേർഡ് ഹീറ്റ്? സ്റ്റാൻഡേർഡ് ഹീറ്റ് ഈസ് ആക്ച്വലി റിയാക്ടന്റ് മൈനസ് അല്ലെ? ഹീറ്റ് ഓഫ് റിയാക്ടന്റ് മൈനസ് എന്താണ്? ഹീറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഫോർമേഷൻ ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഫോർമേഷൻ ആണെങ്കിൽ തിരിച്ചാണ് അല്ലെ? ഇത് നമ്മൾ ക്ലാസ് പറഞ്ഞാണ്. എന്താണ്? പ്രൊഡക്റ്റ്
മൈനസ് എന്തായിരിക്കണം, റിയാക്ടൻസ് ആയിരിക്കണം അല്ലെ. അതായത് ഹീറ്റ് ഓഫ് പ്രൊഡക്ട്സ് മൈനസ് ഹീറ്റ് ഓഫ് റിയാക്ടന്റ് ആയിരിക്കണം. ഇവിടെ കമ്പഷൻ ആണ്. അപ്പൊ എന്താണ്, എ പ്ലസ് ബി എന്ന് പറയുന്ന റിയാക്ടന്റ് ഗിവ്സ് സി ആണ്. സോ കമ്പഷൻ ആകുമ്പോൾ റിയാക്ടന്റ് മൈനസ് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് ചെയ്യണം. സോ റിയാക്ടന്റ് ഏതൊക്കെയാണോ, എയും ബിയും അല്ലേ. എൻ്റെയും ബിൻ്റെ എത്രയാണ് 330 plus 200. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഹീറ്റ് വിൽ ബി ഈക്വൽ ടു എസ് എന്ന് എഴുതാണ് 330 plus 200 മൈനസ് എന്ത് ചെയ്യണം, റിയാക്ടന്റ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്യണം. എത്രയാണ് മറ്റേത്, സി എത്രയാണ്, 500 ആണ്. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 30 എന്ന് കിട്ടും അല്ലേ. 30 കിലോ കാലറി എന്ന് കിട്ടും. നോക്കിയേ, എന്ത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് അല്ല. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ 30 കിലോ കാലറി ആണ്. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ലോജിക്കലും കൂടിയാണ്. ചിലപ്പോൾ കെമിസ്ട്രി അറിയാത്ത ആർക്കും ഇത് പറയാൻ പറ്റും. നോക്കിയേ, അഡിയബാറ്റിക് ഫ്ലെയിം ടെമ്പറേച്ചർ ഓഫ് എ ഫ്യൂവൽ attained by burning the fuel with the theoretical required amount of pure oxygen. Pure oxygen ലാണെങ്കിൽ the adiabatic flame temperature required is 1215 Kelvin ആണ്. 1215 Kelvin ആണ്. Okay, pure oxygen ആണെങ്കിൽ. If theoretical required amount of air is used instead of pure oxygen, then the flame temperature can be. So നേരത്തെ പ്യൂർ ഓക്സിജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ എയർ യൂസ് ചെയ്യാണ് ഇൻസ്റ്റെഡ് ഓഫ് പ്യൂർ ഓക്സിജൻ. സോ നിങ്ങൾ നോക്കിയേ, ഓക്സിജൻ മാറ്റി നിങ്ങൾ എയർ വെക്കുമ്പോൾ ആ എയറിലെ നൈട്രജൻ വരും, ഇനേർട്ട് വരും, കാർബൺ ഡൈ ഓക്സൈഡ് വരും. സോ നേരത്തെ ഉണ്ടായിരിക്കുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും എന്തായിരിക്കും, ലെസർ വരും. ഓക്കെ, സോ 125 ആയിരിക്കില്ല, മോർ ദാൻ ആയിരിക്കില്ല. തീർച്ചയായിട്ടും ടെമ്പറേച്ചർ വിൽ ബി ലെസ് ദാൻ 1215 കെൽവിൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ബിക്കോസ് എയർ യൂസ് ചെയ്യുമ്പോൾ, പ്യൂർ ഓക്സിജൻ യൂസ് ചെയ്യുമ്പോൾ ഓക്സിജൻ മാത്രമേ ഉള്ളൂ. എയർ എന്ന് പറയുമ്പോൾ അതിൽ ബാക്കി എല്ലാ ടീംസും വരില്ലേ, നൈട്രജൻ വരാം, കാർബൺ ഡൈ ഓക്സൈഡ്, ജസ്റ്റ് ഇനേർട്സ് മെറ്റീരിയൽസ് എല്ലാം എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. യെസ്, ഇതും അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ്, പ്രഷർ ഡ്രോപ്പ് ഇൻ എ പാക്ഡ് ബെഡ് ഫോർ ഹൈ റെനോൾഡ്സ് നമ്പർ. അതാണ് കീ പോയിന്റ്, ഹൈ റെനോൾഡ്സ് നമ്പർ. നമുക്കറിയാം ഹൈ റെനോൾഡ്സ് നമ്പർ ആണെങ്കിൽ വി ആർ ഗോയിങ് ഫോർ ബർക്ക് പ്ലമ്മർ ഇക്വേഷൻ ആണ്. ആൻഡ് ലോ ആണെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് എ ലോ റെനോൾഡ്സ് നമ്പർ ആണെങ്കിൽ, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡയറക്ട്ലി പറഞ്ഞാണേ, റോ റെനോൾഡ്സ് നമ്പറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്നി-കർമാൻസ് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഹൈ റെനോൾഡ്സ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് പ്രഷർ ഡ്രോപ്പിന്റെ. ദാറ്റ് ഈസ് ബർക്ക് പ്ലമ്മർ ഇക്വേഷൻ, ഓപ്ഷൻ ബി ആണ്. യെസ്, ഇത് നമുക്കറിയാം. ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോർഷനിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ നമ്മൾ പഠിക്കുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഏതാണ്, അറ്റ് ആബ്സല്യൂട്ട് സീറോ എൻട്രോപ്പി ഓഫ് എ പ്യൂർ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഈസ് സീറോ. ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് ദ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത് നോക്കിയേ, യെസ്, ഇത് നമ്മൾ പറഞ്ഞ് എഴുതി വെച്ച പോയിന്റ്, നോട്ടാക്കി എഴുതിയിട്ടുണ്ടാവും നമ്മൾ. എന്താണിത്, ഇൻ കേസ് ഓഫ് MFR, അതായത് മിക്സ്ഡ് ഫ്ലോ റിയാക്ടേഴ്സ്, ഇൻ സീരീസ് ആണ്, യൂസ്ഡ് ഫോർ സെക്കൻഡ് ഓർഡർ. അതാണ് ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, ദാറ്റ് ഈസ് n ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇൻ കേസ് ഓഫ് MFR, ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഫസ്റ്റ് സ്മോളർ ഈസ് യൂസ്ഡ്, ദെൻ നമ്മൾ ലാർജർ ആണ്. ഓക്കെ, സ്മോളർ റിയാക്ടർ ഈസ് ഫസ്റ്റ് പ്ലേസ്, ദെൻ ഫോളോഡ് ബൈ ലാർജർ ആണ്. സോ ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഈസ് ഇഫ് n ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. MFR-നെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഒരു ലൈൻ വായിക്കുമ്പോഴേക്ക് നമുക്ക് കിട്ടും. എവിടെ കിട്ടും, ദ ടോട്ടൽ റിയാക്ഷൻ 2A plus B is equal to C ആണ്. ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇതാണ് പോയിന്റ്, ഇതാണ് ഹൈലൈറ്റ് പോയിന്റ്. സീറോ ഓർഡർ റിയാക്ഷനിൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്, വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും നോട്ടിൽ. If CA and CB are the concentration of A and B respectively, K is the rate constant. Rate of this reaction can be given by the equation. Okay, ബാക്കി ABCD ഓപ്ഷൻസിലെല്ലാം കോൺസെൻട്രേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായിരിക്കില്ല. If it is a zero order reaction, it is independent of the concentration ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്കിയേ, for a system at a temperature T and pressure P, any movement away from the equilibrium leads to. നമ്മൾ പറഞ്ഞിട്ടുണ്ട് at equilibrium ആണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ ജി അറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ ബി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, 0 ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് മൂവിങ് എവേ ആണ്, സോ നമ്മൾ എന്ത് പറയണം, ഗ്രേറ്റർ ദാൻ 0 ആണ്.
ഓക്കെ അല്ലേ. ആസിഡിസിറ്റി മൂവിങ് ടുവേർഡ്സ് ആണെങ്കിൽ ലെസ് ദാൻ ആണ്. ഇപ്പോൾ നമ്മൾ എവയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ആൻസർ. ഓക്കെ അല്ലേ. യെസ് 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 യെസ്. ഇത് നോക്കിയേ an isothermal gas phase reaction നമ്മൾ ക്ലാസ് പറഞ്ഞ പോയിന്റ് ആണ്. ഇതിന്റെ മോഡൽ സാധനം നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അല്ലെ. 75%ലും 20%ലും 30%ലും നമ്മൾ ഇതിന്റെ ഈ ഫ്രാക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. The reactant R gives 4p ആണ്. R gives 4p ആണ്. 50% inert is present in the system. അങ്ങനെയാണെങ്കിൽ what is the fractional change in the volume എന്നാണ് ചോദിച്ചിരിക്കുന്നത്. What is the fractional change in the volume എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കിയേ 1 mole reactant gives the 4 product ആണ്. അതായത് 1 mole R ഈ ഒരു സിസ്റ്റത്തിലേക്ക് കയറുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തും കയറും. 1 mole inert എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ എൻ്റർ ആവും അല്ലെ. 1 mole റിയാക്ടന്റ് ഇതിലേക്ക് R ഇതിന്റെ മുകളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ 1 mole ഇനേർട്ടും എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ തന്നെ വരും. ഓക്കെ അല്ലേ. ആൻഡ് 1 mole റിയാക്ടന്റ് ഗീവ്സ് എത്രയാണ്, 4 mole ഓഫ് പ്രൊഡക്റ്റ് ആണ്. 4 mole ഓഫ് പ്രൊഡക്റ്റ് ആണ് തരുന്നത്. ആൻഡ് 1 mole ഓഫ് ഇനേർട്ട് എത്ര തന്നെ തരും, 4 mole ഓഫ് ഇനേർട്ട് തരും. 4 mole ഓഫ് ഇനേർട്ട് തരും. ഇതാണ് സിമ്പിൾ ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര വരുന്നുണ്ട്, യെസ് സോറി 1 mole ഓഫ് എത്ര തരും, 1 mole ഓഫ് ഇനേർട്ട് അല്ലേ തരും. R gives 4 times product ആണ്. whatever the reactant gives 4 times product ആണ്. 1 mole inert എത്ര തന്നെ ഉള്ളൂ, 1 mole of inert തന്നെ ഉള്ളൂ. സോ ഈ അറ്റത്ത് നമുക്ക് പ്രൊഡക്റ്റ് 5 യൂണിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇവിടെ എത്രയാണ്, 2 യൂണിറ്റ്സ് ആണ്. therefore fractional change in the volume will be എത്രയായിരിക്കും, 5 minus 3 divided by 2. 5 minus 3 അല്ലല്ലോ, 5 minus 2 divided by 2, that is 3 by 2, which is equal to 1.5 ആയിരിക്കും. which is equal to 1.5 ആണ്. ഓക്കെ അല്ലേ. സോ ഓപ്ഷൻ വിൽ ബി യെസ് 1.5 ഓപ്ഷൻ ബി ആണ്. 1.5 this is ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ. യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഇതിൽ നോക്കിയേ നമ്മൾ നോട്ടാക്കി എഴുതിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. തിയററ്റിക്കലി നമ്മൾ നോട്ട്സ് ആക്കി എഴുതിയ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. മാക്സിമം പോസിബിൾ എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഗിവൺ ബൈ ദ തെർമോഡൈനാമിക്സ്. ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ എ ശരിയാണ്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദ കെമിക്കൽ കൈനറ്റിക്സ്. ശരിയാണ്. The heat liberated or absorbed during a reaction can be calculated from the thermodynamics data. ശരിയാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. തീർച്ചയായിട്ടും ഓപ്ഷൻ ഡി ആണ് ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ. ഫോർ ഓൾ റിയാക്ഷൻസ് തെർമോഡൈനാമിക്സ് ഇൻഫർമേഷൻ alone is sufficient for design. ആണോ? alone അല്ല, തെർമോഡൈനാമിക്സ് ഇൻഫർമേഷൻ മാത്രം പോലെ we also need the kinetics. Then only we can design. We can provide sufficient design. Okay അല്ലേ. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. That is answer option D. യെസ്, ഇത് ഡയറക്റ്റ് ആണ്, നമ്മൾ എഴുതിയാണ്. കോൺസ്റ്റന്റ് വോളിയം ഹൈഡ്രോമീറ്ററിന്റെ യൂസ് എന്താണ്, ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓപ്ഷൻ എ ആണ്. ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ദ ഡെൻസിറ്റി ആണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ലിസ്റ്റ് ആക്കി എഴുതിയതാണ് അല്ലെ. പിറാനി ഗേജ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ വാക്യൂം ആണ്. ഓപ്ഷൻ ബി. പിറാനി ഗേജ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഹൈ വാക്യൂം ആണ്. യെസ്, ഇതും തൊട്ട് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ നോക്കിയാൽ വളരെ സർഫസ് നിന്ന്, അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും ജസ്റ്റ് ആ ക്ലാസ് മാത്രം ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ നോട്ട്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നോട്ട്സ് ഒക്കെ എന്താണ് വളരെ ഡെപ്തിലൊന്നും ഫോളോ ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ആ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ അല്ലേ. യെസ്, നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി യൂസ്ഡ് ഫോർ കോമ്പോസിഷൻ അനാലിസിസ് ആണ്. കോമ്പോസിഷൻ അനാലിസിസിന് വേണ്ടി ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. നോക്കിയേ, ഇവിടെ ഹൈഡ്രോമീറ്റർ ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. നമുക്കറിയാം ഹൈഡ്രോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി ആണ്. അത് കോമ്പോസിഷൻ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ. ബാക്കിയെല്ലാം എന്താണ്, നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, സോ ആൻസർ ഈസ് എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കനോട്ട് ബി യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, ഇഫ് ദ റിയാക്ഷൻ proceeds with increase in number of moles, presence of inert in the system. If the reactant proceeds with, yes, this question with increase in the number of moles, presence of inert in the system will be. ഈ ക്വസ്റ്റ്യനും അടുത്തൊരു എന്താണ് കൺഫ്യൂഷൻ വരുന്നതാണ്. കാരണം ഇവർ ടെമ്പറേച്ചറിനെ കുറിച്ചോ പ്രഷറിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഓക്കെ, അതായത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിലാണോ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണോ, അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിലാണോ എന്നൊന്നും ഇവർ പറയുന്നില്ല. ഓക്കെ, അതും കൂടി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുള്ളൂ. സോ കനോട്ട് ബി പ്രൊഡിക്റ്റഡ് ആണ് ബിക്കോസ് ഓഫ് ഇൻസഫിഷ്യന്റ് ഡാറ്റ. ഓപ്ഷൻ ഡി ആണ്. കനോട്ട് ബി പ്രൊഡിക്റ്റഡ്. ഓക്കെ, അവർ ഒന്നെങ്കിൽ വോളിയം ടെമ്പറേച്ചറിന്റെ ചേഞ്ച് എങ്കിലും മെൻഷൻ ചെയ്യണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ആണോ കോൺസ്റ്റന്റ് വോളിയം ആണോ എന്ന് പറയണം, എന്നാലേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. യെസ്, ഇത് ഏറ്റവും സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ.
ഈവൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് സിമ്പിൾ ആയിരിക്കും ബിക്കോസ് ദേ ആർ ലേണിംഗ് അബൌട്ട് ദിസ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കാർനോട്ട് സൈക്കിൾ, അതായത് നമ്മൾ ആ സൈക്കിൾസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡീപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അതിന്റെ സർഫസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 2 ഐസോതെർമൽ ആൻഡ് 2 ഐസോ എൻട്രോപിക്സ് ആണ്. സോ ഓപ്ഷൻ ബി ഐസെൻട്രോപിക് അല്ല ഐസെൻട്രോപിക്. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി അല്ലെ, ഇൻട്രൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾ നോക്കിയേ, ഡെൻസിറ്റി ഈസ് ഡെഫിനറ്റ്ലി ഏതാണ്? ഇൻട്രൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി ഈസ് ഇൻട്രൻസീവ് പ്രോപ്പർട്ടിയാണ്. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഇൻട്രൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ദെൻ മോളാർ എൻട്രോപ്പി എന്ത് തന്നെയാണ്? ഇൻട്രൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ഓപ്ഷൻ സി ആണ് എൻട്രോപ്പി. ഓപ്ഷൻ സി, എൻട്രോപ്പി ഈസ് എൻ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദ ഗിവൺ ഫോളോയിങ് ഓപ്ഷൻസ്. ക്ലിയർ അല്ലേ? യെസ്, ഇത് അനദർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പല വേരിയേഷൻസും നമ്മൾ നോട്ട്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർ എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് P phases, C components, if number of independent reaction involved R ആണെങ്കിൽ the number of degree of freedom is given by option C ആണ്. ഓക്കെ, F is equal to C minus P minus R minus 2 ആണ്. സോറി ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, യെസ്, ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. പ്ലസ് ആണ്. വെയിറ്റ്, ഓപ്ഷൻ ഡി ആണ്. F is equal to C minus P minus R plus 2 ആണ്. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? യെസ്, ഇത് നമ്മൾ ഡയറക്ട്ലി എഴുതിയ പോയിന്റ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നെഗറ്റീവ് വാല്യൂ ഓഫ് ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഗിവ്സ് ദ ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഓൺ ത്രോട്ട്ലിംഗ് ആണ്. ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഓൺ ത്രോട്ട്ലിംഗ് ആണ്. ഓക്കെ അല്ലേ? നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ കെമിക്കൽ എഞ്ചിനീയറിംഗ്. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If 14 gram of nitrogen and 4 gram of, ശ്രദ്ധിക്കണേ, 4 gram of hydrogen undergo reaction to produce ammonia. സോ ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ പല റിയാക്ഷൻസിന്റെയും ആ ഒരു കെമിക്കൽ കോമ്പോസിഷൻ നമ്മൾ ഫുള്ള് പഠിച്ചിരിക്കണം അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് റിയാക്ഷൻ? N2 plus 3H2 gives 2NH3. ഈ ഫോർമുല നമ്മൾ അറിയണം, ഈ സാധനം നമ്മൾ അറിയണം, ഈ റിയാക്ടൻ എന്താണ് ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് അറിയണം. ഇത് നമ്മൾ ഓർത്തിരിക്കണം, ഇത് നമ്മൾ പഠിക്കണം. ഇതറിയില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? യെസ്, ദ പ്രൊഡക്റ്റ് സ്ട്രീം കണ്ടെയ്ൻസ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി, ആസ് പെർ ദിസ് റിയാക്ഷൻ N2 അല്ലേ, 14 ആണ് മോളിക്കുലാർ വെയിറ്റ്. സോ 28 നൈട്രജൻ റിക്വയർ എത്രയാണ്? 6 ഹൈഡ്രജൻ ടു ഗിവ് എന്താ തരുന്നത്? ഓക്കെ, ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ 34 എന്ന് വരും അല്ലെ, 34 അമോണിയ അല്ലെ. എല്ലാത്തിൻ്റെയും മോളിക്കുലാർ വെയിറ്റ് ഒക്കെ നമുക്കറിയാം. ഇതാണ് സാധാരണ ആസ് പെർ ദിസ് ഇക്വേഷൻ. ബട്ട് ഇവിടെ എത്രയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ 14 ഗ്രാം നൈട്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ പകുതി, അതായത് 28 ഗ്രാമിന്റെ പകുതി നമ്മൾ നൈട്രജൻ യൂസ് ചെയ്താൽ 14 നൈട്രജൻ ആണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ പകുതി 3 ഹൈഡ്രജൻ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ പകുതി 17 അമോണിയാണ് കിട്ടുക അല്ലെ, 17 അമോണിയാണ് കിട്ടുക. ഇഫ് യു ആർ യൂസിങ് 14 നൈട്രജൻ. സോ നമ്മളെ ഉള്ള 14 നൈട്രജൻ നമ്മൾ ഫുള്ളി യൂസ് ചെയ്തു. ആൻഡ് ഇപ്പം നമ്മൾ 4 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ് വേണ്ടത്, പക്ഷെ നമ്മൾ 3 ഗ്രാം ഓഫ് ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എന്തായിരിക്കും? ഉപയോഗമില്ലാതെ അവിടെ നിൽക്കുന്നതായിരിക്കും. ദാറ്റ് ഈസ് 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ എന്തായിരിക്കും? നമുക്ക് പ്രൊഡക്റ്റിന്റെ കൂടെ കിട്ടും. ആൻഡ് അടുത്ത സാധാരണ പ്രൊഡക്റ്റ് എന്താണ്? 17 അമോണിയാണ്. 17 അമോണിയ തീർച്ചയായിട്ടും എന്തിനാണ്? പ്രൊഡക്റ്റ് തന്നെയാണ്. 4 ഗ്രാം ഹൈഡ്രജനിൽ നമുക്ക് ആക്ച്വലി എത്ര മതി അല്ലെ? 6ന്റെ പകുതി 3 മതി. 6ന്റെ പകുതി 3 ഹൈഡ്രജൻ മതി. സോ 1 ഹൈഡ്രജൻ ബാക്കിയായിരിക്കും, അത് പ്രൊഡക്റ്റിന്റെ കൂടെ അവൈലബിൾ ആയിരിക്കും. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നോക്കിയേ, ഓപ്ഷൻസ് നോക്കിയേ. യെസ്, 17 ഗ്രാം അമോണിയ എല്ലാത്തിലും ഉണ്ട്. 17 ഗ്രാം അമോണിയ ആൻഡ് 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. 17 ഗ്രാം യെസ് അമോണിയ ആൻഡ് 1 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമുക്ക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ക്വസ്റ്റ്യൻ്റെ ലെവല് വളരെ സർഫസ് ആണ്, ഡീപ്പായിട്ട് ഒരു ക്വസ്റ്റ്യനും പോയിട്ടില്ല. സർഫസ് ലെവലിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. സോ കെമിസ്ട്രിയുടെ നോട്ട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ, നമ്മുടെ സോഷ്യോമെട്രിക് ഇക്വേഷൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയത്. ആൻഡ് ബാക്കിയുള്ള സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മൾ മാത്തമാറ്റിക്സ് ഡിസ്കസ് ചെയ്തു, അതും സർഫസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സിവിലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഓവർസിയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. കെമിസ്ട്രിയും അങ്ങനെ തന്നെയാണ്. സോ എക്സാം എളുപ്പമാകാൻ കാരണം ഒന്നിങ്ങനെയായിരിക്കാം, എല്ലാ സ്ട്രീംസിലും, അതായത് മാത്തമാറ്റിക്സിലും സിവിലിലും കെമിക്കലിലും കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിൽ ഹൈ റാങ്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സിവിലും മാത്സും മാത്രം പഠിച്ചു പോയിട്ട് അല്ലെങ്കിൽ കെമിക്കലും മാത്സും മാത്രം പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ അല്ലേ? തീർച്ചയായും 65 മാർക്കിന് സിവിൽ ഉണ്ട്. സോ
സോ സിവിലും മാത്സും മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, യു ഹാവ് ടു നോ ദ കെമിക്കൽ ഓൾസോ. ക്ലിയർ അല്ലേ? യെസ്. സോ 3 സെഷൻസും നമ്മൾ വേറെ വേറെ സെഷൻ ആക്കി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സെഷൻ ചെയ്തതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ക്വസ്റ്റിൻ്റെ ലെവലൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒന്നിൽ കൂടുതൽ സ്ട്രീമുകൾ അഥവാ ഒരു PSC സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതായിരിക്കാം ട്രെൻഡ്. നിങ്ങൾ എല്ലാ സ്ട്രീമുകളും ബേസിക് ആയിട്ടുള്ള സർഫസ് ആയിട്ടുള്ള നോളേജ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. സോ ഈ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷനിൽ നമ്മൾ കാണുന്നവരെ താങ്ക് യു.